ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാനായിട്ട് ഒരവസരം ഒത്തുവന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പാഴാക്കില്ല എന്നെല്ലാം വാമൻ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന പ്രതാപൻ, നീ മിണ്ടിപ്പോകരുത്, നീ ഒറ്റൊരുത്തൻ കാരനാണ് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. കമലേശ്വരത്തെ വലിയ ബിസിനസ്സുകാരനൊക്കെയാണ് കിഴങ്ങൻ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ചു. ഇനിയിപ്പോൾ എൻ്റെ സ്വത്തുക്കൾ കൊണ്ട് ജീവിക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത് എന്നെല്ലാം ഉണ്ണിയെ കൊച്ചാക്കിക്കൊണ്ട് പ്രതാപൻ സംസാരിക്കുമ്പോൾ ഉണ്ണിക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് നമ്മളെ ചൂട് പിടിപ്പിക്കാനാണ് മോളെ ഈ വാമൻ ഇതൊക്കെ പറയുന്നത്. ഒരു പെണ്ണ് ഇവൻ്റെ കുടുംബത്ത് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയല്ലേ, നമ്മളായിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്കും സന്തോഷം എന്നൊക്കെ പ്രതാപൻ പറയുമ്പോൾ, പക്ഷേ മേഘേട്ടൻ പഴയ രീതിയിലായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും, ആ ഒരു വിശ്വാസം എനിക്കുന്നുണ്ട്. കണ്ണേട്ടനെ കൊല്ലാൻ പോയ സമയത്തല്ലേ മേഘേട്ടൻ ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അയാൾ നടന്നു തുടങ്ങി എന്നുള്ളൊരു കാര്യം മേഘേട്ടൻ അറിഞ്ഞിരുന്നില്ല, അതാണ് അബദ്ധം പറ്റിയത് എന്ന് പറയുന്ന സമയത്ത് തന്നെ മേഘൻ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കരുണയ്ക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് അവനെ കൊന്നുകളയുമെന്നാണ് ഇവൻ പറഞ്ഞത് എന്ന് വാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘന്, കരുണയ്ക്ക്. തുടർന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് ആ മാർക്കോയെയും അവൻ്റെ സഹായിയുമാണ് എന്ന് പ്രതാപൻ പറയുന്നതും, എന്തായാലും ഉണ്ണി നിനക്ക് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകാം എന്ന് വാമൻ പറയുന്നതും, ദേഷ്യം വരുന്ന ഉണ്ണി അന്ന് ജയിലിൽ ചെന്ന സമയത്ത് കള്ളക്കഥകൾ പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ കാര്യങ്ങൾ പറഞ്ഞ് വാമന് നേരെ ചൂടാവുന്നു. മാത്രമല്ല ഇയാളുടെ വാക്ക് കേട്ട് ഞാൻ കണ്ണേട്ടനെ കൊല്ലാൻ പോയി. ആ സമയത്ത് കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്നിട്ടും എനിക്ക് അയാളെ കൊല്ലാമായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് മാർക്കോ എവിടെ നിന്ന് വന്നു എനിക്ക് അറിയില്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അവനെ എവിടെ നിന്ന് വേണമെങ്കിലും വരും, അതുകൊണ്ടാണ് ഈ നാട്ടിലെ മുഴുവൻ ഗുണ്ടകൾക്കും അവനെ പേടിയെന്ന് പ്രതാപൻ പറയുന്നു. അങ്ങനെ പ്രതാപനും കരുണയും ഉണ്ണിയൊക്കെ പോയതിന് ശേഷം അവരെ നമ്മൾ കഴിവതും തിളപ്പിച്ച് നിർത്തണം. അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിൻ്റെ മനസ്സിലുണ്ടാവരുത്. കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇനി നിനക്കും നിൻ്റെ പെങ്ങൾക്കും അമ്മയ്ക്കൊക്കെ ഗുണമുണ്ടാവൂ. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാലം ജയിലിൽ തന്നെ ആയിരിക്കുമെന്നും വാമൻ മേഘനോടായിട്ട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കരുണയും പ്രതാപനും ചേർന്ന് ഉണ്ണിയെ കട്ടിലിരുത്തുന്നു. ഞാൻ മോൾക്ക് തന്ന വാക്ക് പാലിക്കും. കണ്ണനും ലക്ഷ്മിയും ഈ ഓണം സന്തോഷത്തോടെ ഉണ്ണില്ല. അവരുടെ കണ്ണീര് കണ്ട് ഓണം ഉണ്ണാൻ പോകുന്നത് നമ്മളൊക്കെ ആയിരിക്കും എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, ഇത്തിരി ബുദ്ധിയുള്ളവരാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ടായേനെന്ന് ഉണ്ണി പറയുമ്പോൾ, നീ മിണ്ടിപ്പോകരുത്, നിൻ്റെ ബുദ്ധിയൊക്കെ എൻ്റെ അമ്മയുടെ അടുത്ത് മാത്രമല്ലേ നടക്കൂ എന്ന് അബദ്ധത്തിൽ പ്രതാപൻ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ഉണ്ണിയേട്ടൻ എന്ത് ബുദ്ധിയാണ് പ്രയോഗിച്ചത് എന്ന് കരുണ ചോദിക്കുമ്പോൾ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ സ്വയം ദേഷ്യം അടക്കി പിടിക്കുകയാണ്. അപ്പോൾ നിൻ്റെ അച്ഛൻ എങ്ങനെ പലതും പറയും, നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കരുത് എന്ന് ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. എന്തായാലും എന്തോ ഒരു കരുണയുടെ ഉള്ളിൽ വീഴുന്നുണ്ട്. പിന്നീട് വാമൻ്റെ തോളിൽ പിടിച്ച് നടന്നു വരുന്ന മേഘനെ കണ്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ സീമന്തിനിക്ക്. അപ്പോൾ ഇവനിനി ഉടനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് സീമന്തിന് ചോദിക്കുമ്പോൾ പതുക്കെ ചുണ്ടനക്കുന്നുണ്ട് മേഘൻ. മുക്കലും മൂളിലൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വാമൻ. തുടർന്ന് സ്വാതിയെക്കുറിച്ച് വാമൻ ചോദിക്കുമ്പോൾ, അവളിനി രാത്രിയെ വരൂ, ഡാൻസിനോടൊപ്പം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ജോലിക്ക് പോകുന്നുണ്ട്, കുടുംബം കഴിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി മുറുമുറുക്കുമ്പോൾ, ബാങ്കിൽ കുറച്ച് പൈസയുണ്ട്, പക്ഷേ കേസ് നടത്തണ്ടേ എന്ന് വാമൻ പറയുന്നതും, കേസ് നടത്തിയിട്ടൊക്കെ എന്താ പ്രയോജനം, കണ്ണൻ മാത്രമല്ല ദുർഗയ്ക്കും നിങ്ങളെ ഇപ്പോൾ വെറുപ്പാണ്. ഇടയ്ക്ക് ഞാൻ കമലേശ്വരത്തേക്ക് പോയിരുന്നു, ആ സമയത്ത് പേയ് പിടിപ്പിച്ച നായ്ക്കളെ ഓടിക്കുന്ന പോലെയാണ് എന്നെ കണ്ണനും ദുർഗയും കൂടി ഓടിച്ചു വിട്ടത്. തുടർന്ന് കമലേശ്വരം കമ്പനിയിലെ നല്ല ജോലി ഉണ്ടായിരുന്നില്ലേ നിനക്ക്, ആ ജോലിയും ചെയ്ത് മഞ്ജുവിനെയും കെട്ടി മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് സീമന്തിനി മേഘനെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന വാമൻ, ഇവൻ കുറച്ച് തരികിട കാണിച്ചിരുന്നുവെങ്കിലും മഞ്ജുവിനെ വെറുപ്പിച്ചതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുമ്പോൾ, ഇനി കണ്ണൻ സ്വാതിയുടെ കല്യാണത്തിന് പോലും ഒരു സഹായവും ചെയ്യില്ല. കണ്ണൻ സമ്മതിച്ചാലും നിങ്ങളുടെ പെങ്ങൾ അതിന് സമ്മതിക്കില്ല. ദുർഗയ്ക്കാണ് നമ്മളോട് കൂടുതൽ ദേഷ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ സീമന്തിനി. ഞാൻ ചെന്ന സമയത്ത് ചൂലെടുത്ത് അവൾ എന്നെ അടിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ കരുണക്കുറ്റിക്ക് ഒന്ന് തന്നു എന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട്. ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് വാമൻ പറയുമ്പോൾ, എങ്ങനെ രക്ഷപ്പെടുമെന്നാണ്, നിങ്ങളെ രണ്ടുപേരും ചേർന്ന് ഈ കുടുംബം നശിപ്പിച്ചു, എല്ലാവരെയും ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. അതിനുശേഷം മാർക്കോയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങി കൂട്ടരുത് എന്നെല്ലാം മേഘന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട്
ഉണ്ണിയുടെ മുറിയിലെത്തുന്ന തോമസ് വൈദ്യൻ, ഇനി നിങ്ങൾക്ക് പോകാം, ഞാൻ തന്ന മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ മതി, പിന്നെ കുഴമ്പും ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകും, തുടർന്ന് സ്വന്തം കൂടപ്പിറപ്പിനോട് യുദ്ധം അവസാനിപ്പിക്കണം എന്നെല്ലാം തോമസ് വൈദ്യൻ പറയുമ്പോൾ, ഞാനും അത് തന്നെയാണ് ഇവരെ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നെല്ലാം പ്രതാപൻ നല്ലവനായി നടിച്ചുകൊണ്ട് പറയുമ്പോൾ, ഇവരോട് മാത്രമല്ല തന്നോടും കൂടിയാണ് ഞാനിത് പറയുന്നതെന്ന് പറയുന്നുണ്ട് തോമസ് വൈദ്യൻ. മഹാലക്ഷ്മിയുടെ അമ്മയെ താൻ വിവാഹം കഴിച്ചതിന് ശേഷം ആ കുട്ടി തന്നെ അച്ഛ എന്ന് ആണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ അച്ഛ എന്ന് വിളിച്ചവരെ കൊല്ലാനൊന്നും ആർക്കും മനസ്സ് വരില്ല ഇങ്ങനെ എന്നെല്ലാം തോമസ് വൈദ്യൻ പറയുമ്പോൾ, ഇനി അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല സാറേ, മാത്രമല്ല കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് ഞാനിപ്പോൾ കണ്ണീരൊഴുക്കുക എന്ന് പറയുമ്പോൾ, താൻ കണ്ണീരൊഴുക്കുകയൊന്നും വേണ്ട, കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ തോമസ് വൈദ്യൻ. തുടർന്ന് കരുണയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു അമ്മയാകാനായിട്ട് തയ്യാറെടുക്കുകയാണ്, ഈ സമയത്ത് മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കി വെക്കണം, നിൻ്റെ മനസ്സ് നേരെയാക്കുന്ന രീതിയിലുള്ള മരുന്നൊക്കെ എൻ്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ, അത് താൻ തന്നെ കഴിച്ചാൽ മതി എന്ന് അമർഷത്തോടു കൂടി കരുണ മനസ്സിൽ പറയുന്നുണ്ട്. ഏതായാലും കണ്ണനെയും മഹാലക്ഷ്മിയും അനുകരിക്കണം, അവരെ പകർത്താൻ നോക്ക്, സ്നേഹിക്കാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തോമസ് വൈദ്യൻ പോകുന്നു. വൈദ്യൻ പോയതിന് ശേഷം ഇയാളെ കാലുമടക്കി ഒന്ന് ചവിട്ടാനാണ് എനിക്ക് തോന്നിയതെന്നെല്ലാം പ്രതാപൻ ഇങ്ങനെ പറയുമ്പോൾ, എങ്കിലും ചെയ്യ്, അയാൾ ആ കാല് തല്ലി ഒടിക്കുമെന്ന് പറയുന്നുണ്ട് ഉണ്ണിയും. ഏതായാലും താൻ വാക്ക് തന്നതുപോലെ കണ്ണനെയും ലക്ഷ്മിയെയും കരയിപ്പിക്കാനുള്ള ആ ഒരു കാര്യം താൻ നടത്തുമെന്ന് തന്നെ കരുണയ്ക്ക് അവസാനമായിട്ട് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കരുണയും ഉണ്ണിയും കമലേശ്വരത്ത് എത്തുകയാണ്. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മറ്റുള്ളവരുടെ മുഖമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ സ്വന്തം അമ്മായിയമ്മ പോലും ചൂലെടുത്ത് അടിക്കാൻ നിൽക്കുകയല്ലേ എന്നാലും കരുണ ഉണ്ണിയോട് പറയുന്നു. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് വന്ന് വാതിൽ തുറക്കുന്നത് മഞ്ജുവാണ് കേട്ടോ. മഞ്ജുവിനെ കണ്ട് വല്ലാതാവുന്നുണ്ട് കരുണയും ഉണ്ണിയും. കാരണം മഞ്ജു അവിടെ ഉണ്ടാവുമെന്നുള്ള കാര്യം അവരൊരിക്കലും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവരുടെ നിൽപ്പ് കണ്ടിട്ട് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ, ഞാൻ മാത്രമല്ല സാഗരേട്ടനും ഉണ്ട്, ഓണായിട്ട് എന്തെങ്കിലുമൊക്കെ അലമ്പുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, മാത്രമല്ല കണ്ണേട്ടനെ ഇവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനല്ലേ താൻ ശ്രമിച്ചത്, ഞാനും സാഗരേട്ടനും ഓണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ, അതിനെന്താ, ഓണം ഉണ്ണാനായിട്ട് ആൾക്കാർ കൂടുന്നത് നല്ലതല്ലേ എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ സന്തോഷം അഭിനയിച്ചുകൊണ്ട് പറയുമ്പോൾ, പക്ഷേ നീ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാനല്ലേ നോക്കുന്നത് എന്ന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മഞ്ജു മറുപടി കൊടുക്കുന്നു. കണ്ണേട്ടനും ലക്ഷ്മിയും കുഞ്ഞും ഇവിടെയൊക്കെ ഉണ്ടെന്ന് മഞ്ജു പറയുമ്പോൾ, അതൊക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് തോമസ് ഡോക്ടർ നാളെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോകുന്നത് എന്ന് കരുണ പറയുമ്പോൾ, അവരെ കാണാൻ അത്രയ്ക്ക് കൊതിയായോ എന്ന് മഞ്ജു ചോദിക്കുന്നതും, ഞാനിപ്പോൾ ഒരച്ഛനാകാൻ തയ്യാറെടുക്കല്ലേ, അതുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. തുടർന്ന് താനിപ്പം നടന്നു തുടങ്ങിയല്ലോ, ആ രാക്ഷസനോ ആ മേഘൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മേഘേട്ടനും പതുക്കെ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. എന്തായാലും നല്ലവനായി നിന്നുകൊണ്ട് കരുണയെ പോലെ തന്നെ അഭിനയിച്ച് തകർക്കാണ് കേട്ടോ ഉണ്ണി ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ വരെ കണ്ട നിൻ്റെ ഏട്ടനെയല്ല നീ ഇപ്പോൾ കാണാൻ പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ, അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ കൊള്ളാം, ഇല്ലെങ്കിൽ ആ മാർക്കോ നിൻ്റെ കൈയും കാലും തല്ലിയൊടിക്കും, അല്ല അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ മഞ്ജു തുറന്നടിച്ച് പറയുന്നു. പിന്നീട് പ്രതാപനും കരുണാലയത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ പ്രതാപനെ കാണുമ്പോൾ തന്നെ മുത്തശ്ശി ഓടി വന്നിട്ട് എന്തായെന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് പൈസയുടെ ബാധ്യത ദേവരാജന് തീർക്കാനുണ്ട്, അത് അവൻ്റെ അമ്മ തന്നെ എങ്ങനെയെങ്കിലും തന്ന് തീർത്തേ പറ്റൂ, ഇന്നിപ്പോൾ കുറച്ച് നക്കാപ്പിച്ച് കൊടുത്തു, നമ്മൾ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവ് മുഴുവൻ ഞാൻ വഹിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ആജീവനാന്തം അവൻ്റെ കുടുംബം നോക്കാനായിട്ട് നിന്നെ കൊണ്ട് പറ്റൂ എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും, അത് ഞാൻ വെറുതെ വെച്ചങ്ങ് കാച്ചിയതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് ആ കള്ള സന്യാസിയും ജാനമ്മയൊക്കെ കുഞ്ഞിനെ എന്തൊക്കെയോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ശുദ്ധ നുണിയാണ്, അവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, ഇനി ഞാൻ ആ ഒട്ടുപാലയുടെ സഹായമാണ് തേടാൻ പോകുന്നത് എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, അവൻ തന്നെയല്ലേ ആ കള്ള സന്യാസിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും, ഇനി അതൊന്നും അല്ല നടക്കാൻ പോകുന്നത്, കുഞ്ഞിനെ കൊണ്ടുപോയി കളയാനാണ് പോകുന്നത്, ഉത്രാട രാത്രിയിൽ കണ്ണൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നും ഉയരാൻ പോകുന്നത് നിലവിളിയാണ്, കുഞ്ഞിനെ കാണാതെ കണ്ണനും ലക്ഷ്മിയും അനന്തവും ലേഖയൊക്കെ മാറത്തടിച്ച് നിലവിളിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഇരുന്ന് കരഞ്ഞപ്പോൾ നമ്മളെ നോക്കി ചിരിച്ച ഒരുത്തിയുണ്ടായിരുന്നല്ലോ, അവളും കൊച്ചുമോളെ കാണാത്തതിൻ്റെ സങ്കടത്തിൽ ഇരുന്ന് കരയും എന്നെല്ലാം പറയുമ്പോൾ, അതൊക്കെ ശരിയാണ് മോനെ, പക്ഷേ എന്നാലും ഇത് നമുക്ക് തന്നെ തിരിച്ചടിയാകുമോ,
കഴിഞ്ഞ ഓണത്തിന് ലക്ഷ്മിക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല, കണ്ണൻ നടക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. നടന്നു വന്ന് കുഞ്ഞിനെ കോരിയെടുക്കുന്ന കണ്ണനാണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, കണ്ണനും ലക്ഷ്മിയും കുഞ്ഞിനെയും എടുത്ത് ഊഞ്ഞാലാടുന്ന ആ ഒരു പടം നമ്മുടെ മൊബൈലിലേക്ക് വരും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മോൾക്കും സഹിക്കാൻ പറ്റൂ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ, വന്നില്ലെങ്കിൽ അതിന് വരുത്താൻ ആളുണ്ടമ്മേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കൊടും ചതി ചെയ്യാനായിട്ട് പോകുന്നത്. ഈ മരണക്കളിയിൽ വിജയം നമുക്ക് തന്നെയായിരിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പ്രധാനം പോകുമ്പോൾ എല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന ഭയത്തോടെ നിൽക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്